ഇന്ന് 4/3/2026. സമയം ഇപ്പം 9 മണിയായിട്ടാ രാവിലെ. ഞാൻ നിൽക്കുന്നത് തുമ്പാറട്ടൂർ കടപ്പുറത്താണ്. ഇവിടെ നമ്മളെ നവാസക്കായും ടീം വന്നിട്ടുണ്ട് കേട്ടോ, ഭീമളിയിലുള്ളേ. പിന്നെ ഷുക്കൂർക്ക മടിക്കാരും വന്നിട്ടുണ്ട്. റിയാസക്ക ഷുക്കൂർക്ക മടിക്കാറുണ്ടല്ലേ, അവരും വന്നിട്ടുണ്ട്. ഇതുവരെ മീനൊന്നും കണ്ടില്ല കേട്ടോ. മീൻ കാണാനുള്ള പ്രതീക്ഷയിൽ നോക്കി നിന്നിട്ടൊന്നും മീനൊന്നും കാണാനില്ല. അവസാനം പാട്ടുകളെ വിട്ട് വരുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും, ഒരാളിപ്പോൾ പാട്ടുകളായിട്ട് വരുന്നു, നവാസക്കായും ടീം പാട്ടുകളായിട്ട് വരുന്നു. റിയാസക്കായും ടീം ഇപ്പോൾ വെള്ളം ഇറക്കിയതേ ഉള്ളൂ. പടച്ചനുഗ്രഹിച്ച് രണ്ട് ടീമിനും മീൻ കിട്ടട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസമായെന്നറിയാവോ. നമ്മളിപ്പോൾ അവരുടെ കൂടെ ആയതിനെ കൊണ്ട് നമുക്കറിയാം. ഇപ്പം 2 മാസം കൊണ്ട് മീനൊന്നും ഇല്ല, വളരെ കഷ്ടത്തിലാണ്. പടച്ചനുഗ്രഹിച്ച് എന്തെങ്കിലും മീൻ കിട്ടട്ടെ വല കയറാൻ നേരത്ത്. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിലേ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണേ. ഇന്നുണ്ടല്ലേ നമ്മളാണെങ്കിൽ വല വലിക്കുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല. വല കരയിൽ കയറാൻ നേരത്തെ വലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാം. നമ്മളിന്നും വല വലിക്കുന്ന വീഡിയോ അല്ലേ കാണുന്നത്. എല്ലാവരും അത് ബോറടിച്ച് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വല കരയിൽ കയറാൻ നേരത്തെ അതിനകത്ത് എന്ത് മീനുണ്ടോ എന്ന് നോക്കി നമുക്ക് അതിൻ്റെ വീഡിയോ കാണാം. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. ഇതിനകത്ത് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു നെക്ക് കഴിഞ്ഞാൽ എനിക്കൊരു സബ്സ്ക്രൈബർ കിട്ടുകയും ചെയ്യും. ലൈക്ക് കമൻറ്റൊക്കെ തന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ ഒരുപാട് പേരിൽ എത്തുകയും ചെയ്യും. പറ്റുന്നുള്ളവരൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്യണേ. നിങ്ങളെയൊക്കെ ഒരു സപ്പോർട്ട് മതി ഈ ചാനൽ നല്ല രീതിയിൽ പുരോഗതിയിൽ പോകാൻ വേണ്ടിയിട്ടേ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഓരോരുത്തരെ പോലെ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ, വീഡിയോ എടുക്കുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോരുത്തർക്ക് കിട്ടുന്ന പോലത്തെ വ്യൂസും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നില്ല. കാര്യം എന്താണെന്നറിയാൻ വയ്യ. എല്ലാവരും നിങ്ങളെപ്പോലുള്ളവരാണ് കാണുന്നത്. നമുക്ക് മാത്രം സബ്സ്ക്രൈബേഴ്സും ലൈക്കും കാര്യങ്ങളും കമൻറ്റൊന്നും വരുന്നതുമില്ല. അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്ക്. നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിട്ട് ഞാൻ വരും. ഫിഷിംഗ് വീഡിയോ കേരളം സഞ്ചരിച്ചും ഇന്ത്യ സഞ്ചരിച്ച് വരെ വേണമെങ്കിൽ വീഡിയോ ഇടും. ചാനലൊന്ന് പുരോഗതി ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
നവാസാക്കട വല കയറി കേട്ടാ. വല കയറിയപ്പോൾ അതിനകത്ത് മീനൊന്നുമില്ല. ആകെ 600 രൂപയുടെ മീനുണ്ട്. ഇന്നും അപ്പോൾ വണ്ടിക്കാർക്ക് 1400 രൂപ കടം. കുറേ ദിവസം കൊണ്ട് ഇത് തന്നെ പരിപാടി. പ്രതീക്ഷയോടെ വന്നിട്ട് നിരാശയോടെ മടങ്ങേണ്ട അവസ്ഥയാണ്. ഒരു മാർഗവും കിട്ടുന്നില്ല. കടലിൽ മീൻ കണ്ട് വിട്ടാലേ എന്തെങ്കിലും മാർഗമുള്ളൂ. പക്ഷെ മീൻ കാണാതെ വിട്ട് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. എന്നാലും ഇത് കഷ്ടമായി പോകുന്നു. കാരണം 10-25 പേരുടെ അധ്വാനം, ഓരോരോ കുടുംബങ്ങൾ അങ്ങനെ ജീവിക്കാനുള്ള കാര്യമൊന്നും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പടച്ചവൻ കണ്ണ് തുറക്കുന്നതുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ പടച്ചവൻ മീൻ തരുമുള്ള പ്രതീക്ഷയിൽ അവരെല്ലാ ദിവസവും വല വിടുന്നു. നോക്കാം നമുക്ക് എന്തായാലും. അത് ഇതൊത്തിരി കടുത്തു പോയി കേട്ടോ. മീനില്ലാത്ത അവസ്ഥ ഇത്തിരി കടുത്തു പോകുന്നു. എന്നും വന്ന് 2000 രൂപ കടവാക്കി പോകുന്ന അവസ്ഥ വല്ലാത്ത കഷ്ടം തന്നെ. അത് കാര്യത്തിൽ വിശ്വാസമുണ്ട്. പടച്ചവൻ പരീക്ഷിച്ചാലും ഉപേക്ഷിക്കത്തില്ല. പരീക്ഷണങ്ങൾ തന്നുകൊണ്ടിരിക്കും. ഇപ്പം ഈ മീനില്ലാത്ത ബുദ്ധിമുട്ട് തന്നാലും വല നിറയെ മീൻ കിട്ടുന്ന ദിവസങ്ങൾ ഉടനെ തന്നെ വരും. പടച്ചവൻ അങ്ങനെയൊന്നും വെറുതെ വിടൂല. കാരണം ഓരോരുത്തരുടെ ബുദ്ധിമുട്ടും കാണുന്ന പടച്ചവൻ ഉറപ്പായിട്ട് മീൻ തരും. നമുക്ക് നോക്കാം എന്തായാലും. പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കും. പിന്നെ എന്തായാലും താണ്ട ഇപ്പോഴേ റിയാസക്കട വല കയറിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ശുക്കൂർമടിയെ. അപ്പം അതിനകത്ത് എന്തെങ്കിലും മീനുണ്ടാകും നോക്കാം. ഏകദേശം 1 മണിക്കൂറിനകത്ത് കരയെ വരും. കരയെ വരാൻ നേരത്തെ നമുക്ക് പോയി നോക്കാം. എന്തായാലും മീൻ ഉണ്ടാകും നോക്കാം. അടിയാ
அடுத்த மாதிரி மாட்டி விடுவாரு. അതിന് ഒരാളെടുത്തോ കോതോലെടുത്ത് മേടാടെ വലിച്ചമാരെ കൊടുത്തീരാ അവിടെ അതിവിടെ കൊണ്ടുവരുന്നില്ല ഇതിൽ തട്ടാ കുറെ ഒരേന്ന് കൂടെ എല്ലാവരും ഒരേന്ന് കൂടെ എല്ലാവരും ഇല്ല 30 ഉണ്ട് 30 കൂർക്കട മടി കയറി കേട്ടാ. മടി കയറിയപ്പോഴത്തേക്കും വാളമുരളും പോളാവും അങ്ങനെ കുറേശ്ശെ മീനുണ്ട് കേട്ടോ. അല്ലാണ്ട് 10,000 രൂപയ്ക്കകത്ത് വരുമെന്ന് തോന്നുന്നു. അതേ ഉള്ളൂ. എങ്കിലും അതെങ്കിലും കിട്ടിയെന്നുള്ള ആശ്വാസമുണ്ട് കേട്ടോ. എന്തായാലും വണ്ടി വാടകയും പോയിട്ട് ആൾക്ക് 10-200 രൂപ വെച്ച് കിട്ടുമല്ലോ. നോക്കാം എന്തായാലും. പടച്ചവൻ എല്ലാവർക്കും മീൻ കൊടുക്കും. നോക്കാം.